Hi friends, welcome back to our channel. ഇന്ന് നമുക്ക് ദോശമാവ് ബാക്കി വന്നതുകൊണ്ട് എങ്ങനെയാണ് ജിലേബി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ദോശമാവ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ജിലേബി ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. ഞാൻ ഇവിടെ അതിനു വേണ്ടിയിട്ട് 2 കപ്പ് ദോശമാവാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടി വേണമെങ്കിൽ അത് എടുക്കാവുന്നതാണ്. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല തിക്കായിട്ടുള്ള ഒരു ബാറ്റർ നമുക്ക് ലഭിക്കും. അപ്പോൾ ഫ്രിഡ്ജിലൊക്കെ ഇരുന്നേച്ച മാവാണെങ്കിൽ ഒരു മണിക്കൂറൊക്കെ മുന്നേ എടുത്ത് പുറത്തേക്ക് വെക്കണം കേട്ടോ. അപ്പോൾ ഇത്രയും തിക്കായിട്ടുള്ള മാവ് വേണം നമുക്ക് കിട്ടാനായിട്ട്. കണ്ടോ, അപ്പോൾ ഇനി ഇതിനകത്തേക്ക് 2 നുള്ള് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം, അതായത് അപ്പക്കാരം. ഇനി ഇതിലേക്ക് കുറച്ച് കളർ ഇട്ട് കൊടുക്കാം. അപ്പൊ ഇത് ഇപ്പൊ പൊടിയായിട്ടുള്ള കളറാണ്. അപ്പൊ ലിക്വിഡ് ആയിട്ടുണ്ടെങ്കിൽ അതോ ജെൽ കളറോ എന്ത് വേണേലും ഉപയോഗിക്കാം കേട്ടോ. ഇത് കൂടാണ്ട് നമ്മളിപ്പോ വീട്ടില് ഇതിപ്പോ ഫോട്ടോ ഒക്കെ എടുക്കുന്നതുകൊണ്ടാണ് ഈ കളറൊക്കെ ചേർക്കണം കേട്ടോ. അപ്പൊ വീട്ടിലൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അപ്പൊ ഇനി ഈ ബാറ്റർ ഒരു പൈപ്പിംഗ് ബാഗിലിട്ട് നിറയ്ക്കാം. അപ്പൊ ഈ പൈപ്പിംഗ് ബാഗിലേക്ക് നമ്മുടെ സിബ്ലോ കവറോ അല്ലെങ്കിൽ അതുപോലത്തെ എന്തെങ്കിലും ഒരു കവർ എടുത്തേച്ചാൽ മതി. എന്നിട്ട് സൈഡ് ഒന്ന് കട്ട് ചെയ്ത് എടുത്തേച്ചാൽ മതി കേട്ടോ. പിന്നെ ഇതിനകത്തേക്ക് നിറയ്ക്കാം. അപ്പൊ ഇനി ഈ ജിലേബിക്ക് വേണ്ടിയിട്ടുള്ള പഞ്ചസാര പാനി തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. അതൊരു സോസ് പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 കപ്പ് തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി ഇത് മെൽറ്റ് ആവാനായിട്ട് സ്റ്റൗവിലിട്ട് വെച്ചു കൊടുക്കാം. പഞ്ചസാര നല്ലപോലെ മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ള് കളർ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ക്രിസ്റ്റലൈസ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നാരങ്ങ നീര് ചേർക്കുന്നത്. 1 ടീസ്പൂണൊക്കെ നാരങ്ങാനീര് ചേർത്താൽ മതി കേട്ടോ. ലോ ഫ്ലെയിമിലിട്ട് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ജിലേബി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ജിലേബി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ വയ്ക്കുന്നതാണ് കേട്ടോ നല്ലത്. ഒരടുപ്പിൽ നമ്മൾ ആ പഞ്ചസാരപ്പാനി വെച്ചിട്ടുണ്ട്, മറ്റേ അടുപ്പിലായിട്ട് എണ്ണ തിളപ്പിക്കാനും വെച്ചേക്കാണ്. അപ്പോൾ പഞ്ചസാരപ്പാനി ആണെങ്കിൽ ലോ ഫ്ലെയിമിലിട്ടേക്കാണ്. അപ്പോൾ അത് അവിടെ ഇരുന്ന് പയ്യെ ഇങ്ങനെ ഒന്ന് തിളച്ചുകൊണ്ടിരുന്നോളും. അപ്പോൾ നല്ല ചൂടോടുകൂടി നമുക്ക് ഈ ജിലേബി ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിലിട്ട് ഇടാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ഇതിന്റെ പരുവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കയ്യിൽ സ്റ്റിക്കി ടൈപ്പിലുള്ള പരുവത്തിൽ വേണം കേട്ടോ. ഇങ്ങനെ ഒട്ടിയിരിക്കൂലേ, അതേ രീതിയിൽ വേണം. ഒട്ടണം കയ്യില്. വെള്ളം പോലെ ആയിരിക്കരുത്, ഒരു സ്റ്റിക്കി ആയിട്ടുള്ള ഇത് വേണം. എണ്ണ നല്ല പോലെ ചൂടായിട്ടുണ്ട്. ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. കയ്യിലിട്ട് നല്ല പോലെ ചൂടടിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ ആദ്യത്തെ 2-3 പ്രാവശ്യമൊക്കെ നമുക്ക് ഷേപ്പൊന്നും അത്ര വലിയ നല്ല ഷേപ്പൊന്നും കിട്ടില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ചെറിയ ടൈപ്പിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നല്ലൊരു ഷേപ്പ് കിട്ടുന്നുണ്ട്. ഇത് കണ്ടോ. അതുപോലെ എനിക്കങ്ങനെ ഷേപ്പൊന്നും വരുത്താനൊന്നും വലുതായിട്ട് അറിയില്ല കേട്ടോ. ഞാനിത് ചെറുതായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ വലിയ ഷേപ്പിനൊന്നും വലിയൊരു കുഴപ്പം കാണില്ല. അപ്പോൾ തിക്നെസ് ഒരുപാട് ഇങ്ങനെ കുറയ്ക്കരുത് കേട്ടോ. ഒരുപാട് കുറച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ മറച്ചിട്ട് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോകണ്ടേ. കാരണം ഇത് നമ്മൾ ഒട്ടും കട്ടിയില്ലല്ലോ, അപ്പൊ പിന്നെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു. ഇനി നല്ല പോലെ ക്രിസ്പി ആയി കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്ത് കോരിയെടുക്കാം. ഫ്ലെയിം ഒരുപാട് കൂട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഈ ഷേപ്പും നമുക്ക് ഒട്ടും കിട്ടില്ല. അതുപോലെ തന്നെ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോട്ടോ. പിന്നെ ഇതിനൊരിക്കലും വെളിച്ചെണ്ണ ഉപയോഗിക്കരുത് കേട്ടോ. കാരണം നമ്മൾ ഇതുപോലെയുള്ള ഇപ്പൊ ജിലേബി അതുപോലെ ലഡു ഒക്കെ ഉണ്ടാക്കുമ്പോഴും വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടുണ്ട് ഇതിന്റെ ആ ഒരു എന്താ പറയാ ഉള്ള ആ ഒരു ടേസ്റ്റ് പോകും. വേറെ എന്തോ ഒരു കുത്തല് ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിൽ വേണം ഉപയോഗിക്കാനായിട്ട്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് തവിടെണ്ണയാണ് കേട്ടോ. റൈസ് ബ്രാൻ ഓയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നല്ല ക്രിസ്പി ആയി കഴിയുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം. അപ്പോൾ ഇത് കോരി നമുക്ക് നേരെ പഞ്ചസാര പാനിയിലേക്ക് ഇടാം കേട്ടോ. ഈ പഞ്ചസാര പാനിയിലാണെങ്കിലും ഒരുപാട് നേരം ഇട്ട് വെച്ചേക്കരുത്. ജസ്റ്റ് ഒന്ന് എന്താ പറയാ ഒന്നൊന്ന് തിരിച്ച് മറിച്ചു വിട്ടിട്ട് നമുക്ക് അതിനകത്തുനിന്ന് പെട്ടെന്ന് തന്നെ അതിനകത്തുനിന്ന് കോരിയെടുക്കണം. അപ്പൊ ഇനി ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ ജിലേബി. അതുപോലെ ഈ പഞ്ചസാരപ്പാനി ഒറ്റനൂൽ പരുവമൊന്നും ആവേണ്ട ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് നമ്മുടെ കയ്യിൽ ഒട്ടുന്ന ആ ഒരു പരുവത്തിലേക്ക് വന്നാൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു ജിലേബി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.
കാരണം എല്ലാവരുടെ വീട്ടിലും ചിലപ്പോൾ ദോശമാവൊക്കെ കുറച്ചൊക്കെ ബാക്കി വരുമായിരിക്കും. അപ്പോൾ അത് വെച്ചിട്ട് ഒന്നൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. എന്താണെങ്കിലും എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ആയിഷാസ് ക്രിയേഷൻസ്.